വാതിലൊക്കെ ചാരിട്ട് എന്തേ? ഇവിടെ നിക്കുവാന്നാ. അത് ഈ ഫ്രണ്ടിലെ കഥകളൊക്കെ തുറന്നിട്ടിട്ട് ഇനി വരാൻ പറഞ്ഞ അതൊക്കെ ഉണ്ട്. ജോലി കഴിഞ്ഞു കഴിഞ്ഞടി. ഇന്നലത്തെ ഇച്ചിരി പിന്നെ എന്താണ് ചോറൊന്ന് കറി ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചു. പിന്നെ ഇക്കായില്ലല്ലോ. പിന്നെ അച്ചാറും ഒക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ കൂട്ടി തിന്നാന്ന് വിചാരിച്ചു. പിന്നെ ഇച്ചിരി നെയ്ച്ചോറും വെച്ചു. ഞാൻ നെയ്ച്ചോറും പരിപ്പ് കറിയൊക്കെ വെച്ചിട്ടുണ്ട്. മീനൊന്നും കിട്ടിയില്ല. അത് വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ഡ്രസ്സൊക്കെ എടുത്തോ കല്യാണത്തിന് പോവാന്? ഓ എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് വല്ല ബന്ധമൊന്നും അല്ലല്ലോ. അകന്ന ബന്ധുവല്ലേ. അതിനൊക്കെ ഡ്രസ്സൊക്കെ എടുക്കുന്നതിന് അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. നിങ്ങളെടുത്തു ഡ്രസ്സൊക്കെ. ഒക്കെ എടുക്കാമല്ലോ. കാശിന്റെ അഹങ്കാരം ഇപ്പൊ വേണമെങ്കിലൊക്കെ എടുക്കാം. ഞാനെന്താ വേണം ആണോ ആലോചിക്കുന്നത്? ഏതാണ്ടൊന്നും ആലോചിച്ചല്ലോ. ഒന്നുമില്ല. അവിടെയൊക്കെ കുറെ നാളായിട്ടില്ലേ നമ്മള് പോയിട്ടൊക്കെ. അപ്പൊ അവിടെ ഇച്ചിരി നല്ല വൃത്തിക്കും മെനക്കും പോവാന്ന് വിചാരിച്ചു. നമ്മളെ കാണാതെ കാണുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഒരു കുറ്റം തോന്നരുതല്ലോ. അപ്പൊ അത് വെച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാന്ന് വിചാരിച്ചു. ഒരുപാട് പേര് കാണുന്നതല്ലേ. എന്നാലും എനിക്കൊരു വാക്ക് പറയാമായിരുന്നു. എന്തിന്? അത് ശരിയാ. എനിക്ക് ആരോട് ചോദിക്കാൻ? നീ സ്വന്തമായിട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കുമ്പോൾ എനിക്ക് അതിൽ നിന്ന് ആരുടെയും അനുവാദം ഒന്നും വേണ്ടല്ലോ. അത് ശരിയാ. ആരോട് ചോദിക്കാൻ? എനിക്ക് അങ്ങനെയാണോ? ഒരു തലയിൽ കുത്തുന്ന ഒരു നിസ്സാരപ്പെട്ട ഒരു കമ്പി സ്ലൈഡ് വരെ മേടിക്കാൻ വേണമെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ കൈ നീട്ടണം. അതാണല്ലോ നമ്മുടെ അവസ്ഥ. നിന്റെ കുഴപ്പം കൊണ്ടാണോ നാത്തും ജോലിക്ക് പോകാത്തത്? അല്ല, നിന്റെ കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ വിട്. അതൊക്കെ പോട്ടെ. ഞാനെടുത്ത സാരി കാണട്ടെ. അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളു. ഓ നോക്കിയേട്ടാ, എന്തോരു തിരക്കായിരുന്നു കടയിൽ. ചൂടും ഭയങ്കര തിരക്ക്. ആൾക്കാരൊക്കെ സാരിയൊക്കെ നോക്കിക്കേ. എൻ്റെ കളറൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു വേഗം. നോക്കിക്കേ. നല്ല സാരിയാ. എന്താ പറയാനാ, നല്ല കളറുമാണ്. എനിക്കില്ലാത്ത കളറൊക്കെ തന്നെ. എങ്ങനുണ്ട്? കുഴപ്പമൊന്നുമില്ല. നല്ല കളറും കുഴപ്പമില്ല. നല്ല സാരിയാ. കളർ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്രയ്ക്ക് ഇഷ്ടമായോ? ഇവിടെ എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ പ്രാധാന്യം. നിനക്കിഷ്ടപ്പെട്ട സാരിയല്ലേ, പിന്നെന്തിനാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്? അതിൻ്റെ കാര്യമില്ലല്ലോ. അതെ, എന്നാലൊന്നും നാത്തൂൻ്റെ സമ്മതം കൂടെ ചോദിച്ചെന്നേ ഉള്ളൂ. ഈ സാരിക്ക് എന്താ ഉണ്ട് വില? എത്ര രൂപ സാരിക്ക്? 1300 രൂപ. 1300 രൂപയുടെ സാരിയോ? ഈ സാരിക്കോ? എൻ്റെ പൊന്നെ, ഇതിൻ്റെ ഈ തുണിയൊക്കെ കണ്ടില്ലേ? എനിക്ക് മോശമൊന്നുമല്ല. ആ വിലയുടെ അത്രയും തന്നെ ഉണ്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ. തുണിയൊക്കെ ഞാൻ നോക്കി തന്നെ മേടിച്ചത്. 1300 ഉണ്ടെങ്കിൽ 1300 രൂപയുടെ തന്നെ ആ സാരി തന്നെ കാണിക്കുന്നുണ്ട്. എടി പെണ്ണേ, കൈ കാശുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഹങ്കരിക്കരുത്. സാധനങ്ങളൊക്കെ നോക്കി മേടിക്കണം. ഇതിന് 1300 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ്? നിന്നെ പറ്റിച്ചതാ. ഷോ, മേടിക്കുമ്പോൾ നല്ല നോക്കി മേടിക്കണ്ടേ കൊച്ചേ? ഈ സാരിക്കാണെങ്കിൽ നല്ല കളറാണെങ്കിൽ പോട്ടെ, വലിയ കുഴപ്പമില്ല. ഈ സാരി നീ ഒന്ന് പിടിച്ചു നോക്കിക്കേ. ഒരു ക്വാളിറ്റിയും ഇല്ല ഇതിന്. 1300 രൂപയ്ക്ക് മേടിച്ചോണ്ട് വന്നിരിക്കുന്നവള്. അതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്? ഒന്നുമില്ല. എനിക്ക് സാരിയെ പറ്റി ഒന്നും അറിയത്തില്ല. ഈ തുണിയുടെ പറ്റി ഒന്നും അറിയത്തില്ല. നിന്നെപ്പോലത്തെ അങ്ങ് മന്ദബുദ്ധികളൊക്കെ പറ്റിക്കാൻ എളുപ്പമാണ്. അവൾ ഒറ്റയ്ക്ക് പോലും സാരി മേടിച്ചിരിക്കുന്നു. നീ ഇങ്ങനെ ചിരിച്ചെന്ന് തള്ളണ്ട. എനിക്ക് മുമ്പേ തന്നെ ഞാൻ സാരി ഉടുക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഈ സാരിയെ പറ്റിയിട്ടുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാരുണ്ടായിരുന്നല്ലോ. എനിക്ക് എന്നെ ഒന്ന് വിളിക്കുക ഇങ്ങനെ ചെയ്യായിരുന്നല്ലോ. ഒറ്റയ്ക്ക് പോയെടുത്തിട്ട് 1300 സാരി. ചിരിച്ചോ നല്ലോണം ഇരുന്ന് ചിരിച്ചോ നീ. പോട്ടെ, സാരമില്ല. ഇനിയിപ്പോ മേടിച്ചു പോയില്ലേ, ഇനി തിരിച്ചു കൊണ്ട് കൊടുക്കാനൊന്നും മെനക്കെട്ടൊന്നും വയ്യ. എന്നാലും ഉടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. ഞാനെന്താ പറയണേ? ഞാൻ പോട്ടെ. ശരി എന്നാ. പോലെ ഒരു കാര്യം ഇവിടെ കാണിക്കാനുണ്ട് എനിക്ക്.
ഇനി എന്ത് വേണം അവ കാണിക്കാൻ പോകുന്നത്? വല്ല സ്വർണ്ണം വല്ല മേടിച്ചാണ്. അത് ഞാനെന്താ വേണം? എല്ലാം മേടിച്ചാൽ എന്നെ കൊണ്ട് കാണിക്കല്ല ജോലി. എനിക്കിതൊക്കെ തന്നെയാണല്ലോ കാണുന്നത്. ഒരു സാധനമെങ്കിലും മേടിച്ചിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. മേടിച്ചതൊക്കെ അപ്പോൾ തന്നെ ഫോൺ ചെയ്യും. ഉണ്ണിട്ടൊന്ന് വരണേ നാട്ടുവിനെ ഒന്ന് കാണിക്കാനാണ്, ഞാൻ മേടിച്ചത് കണ്ടോ. ബാക്കിയുള്ളവർക്ക് വീട്ടിലൊരു സാധനം ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തിനോട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളടുത്ത് പറയുന്ന ഓരോ കാര്യം. കാശില്ല, കളയാനില്ല. ഓ എൻ്റെ ഒരു വിധി. അതെ, കല്യാണത്തിന് പോകുന്നതിനെ എനിക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. ഡ്രസ്സോ? എന്തിനാ ഡ്രസ്സ് എടുക്കുന്നത്? ആവശ്യമില്ലാതെ ചുമ്മാ ഡ്രസ്സ് മേടിച്ചൊന്നും കളയാനൊന്നും എൻ്റെ കാശൊന്നുമില്ല. ഉള്ളതൊക്കെ ഇട്ടാൽ മതി. ഡ്രസ്സ് ചുമ്മാ ഡ്രസ്സ് കല്യാണം 6 കിലോ വന്നാൽ അപ്പം തന്നെ കഴിക്കും. ഡ്രസ്സ് ഡ്രസ്സ് ഡ്രസ്സ്. ഇപ്പൊ എന്തിനാണ് ഡ്രസ്സ്? അത് പറ. എന്തിനാന്നറിയത്തില്ലേ ഡ്രസ്സ്? ഇതാണ് എൻ്റെ അവസ്ഥ. തണ്ടേ നോക്കിക്കേ ഇതെങ്ങനെ ഉണ്ടെന്ന്. ഇതെന്തുവാ ഇത്? പിന്നെ സാരി മേടിച്ചോ? നോക്കുന്നാത്തൂനെ. ചുരിദാറോ? ഇതാറൊക്കെ ചുരിദാറ്. ചുരിദാറ് ഇതെനിക്ക്. ഞാനങ്ങനെ സാരി ഒന്നും ഉടുക്കാറില്ലല്ലോ. അപ്പോൾ ഒരു ചുരിദാർ മേടിച്ചു. അപ്പോൾ പിന്നെ സാരി ആർക്കായിരിക്കും? എനിക്കറിയാം. നീ മേടിച്ച സാരി ആർക്കാണെന്ന് എന്നോട് വെച്ചാൽ ഞാൻ എന്താ? എൻ്റെ പൊന്നെ, എൻ്റെ മണ്ടു, ഈ സാരി ആർക്കായിരിക്കും ഞാൻ മേടിച്ചത്? എൻ്റെ നാത്തൂനല്ലാതെ പിന്നെ വേറെ ആർക്കെങ്കിലും മേടിക്കുമോ? എനിക്കോ? ഈ സാരിയോ? എൻ്റെ പൊന്നോ, നല്ല അടിപൊളി സാരി കേട്ടോ. ഇതിൻ്റെ കളറും ക്വാളിറ്റിയും ഒക്കെ അടിപൊളിയാട്ടോ. നല്ല തുണിയാട്ടോ. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് നന്നായിട്ട് ചേരുകയും ചെയ്യും സാരി. അടിപൊളി. ഇതൊന്നും അല്ലായിരുന്നല്ലോ മുമ്പ് പറഞ്ഞത്. അത് പിന്നെ മുമ്പ് ഞാൻ കാര്യമായിട്ട് സാരി നോക്കിയില്ലല്ലോ, ജസ്റ്റ് ഒന്നല്ലേ നോക്കിയുള്ളൂ. ഇപ്പോഴാണ് ശരിക്കും ഞാൻ സാരിയെ പറ്റി കണ്ടത്, എൻ്റെ ക്വാളിറ്റി പറ്റിയൊക്കെ മനസ്സിലായത്. നല്ല സാരിയാണ്, സൂപ്പറാണ്. അയ്യോ, എന്ത് പറ്റി? എന്താ? അത് പിന്നെ എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയായിരുന്നു. അത് നാത്തൂന് അകത്തോട്ട് പോയപ്പോൾ ഞാനേ ഈ സാരിക്കകത്തെ എനിക്കൊന്ന് കാണണം. ഇവിടെ കല്യാണത്തിന് സാരി കൊടുത്തോണ്ട് പോകുന്നത്. അങ്ങനെ എനിക്ക് സാരി ഇല്ലാതെ ഇവിടെ സാരി ചെത്തണ്ട. ഇതേപോലെ തന്നെ മടക്കി വെക്കും. എനിക്കൊന്ന് കാണും ഇവിടെ സാരി കൊടുക്കുന്നത്. അങ്ങനെ വിട്ടപ്പോൾ